ഹ്യൂജ് ക്രാഷ്. ഫെബ്രുവരി 1 ബഡ്ജറ്റ് ഡേ, സൺഡേ സ്പെഷ്യൽ സെഷൻ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു റയർ സൺഡേ ട്രേഡിംഗ് സെഷനിൽ ഒരു ഹെവി സെൽ ഓഫ് ആണ്. യൂണിയൻ ബഡ്ജറ്റ് 2026-27 അവതരിപ്പിച്ച ഉടൻ തന്നെ സെൻസെക്സ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇവയെല്ലാം 2% ക്രാഷ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. സെൻസെക്സ് 1100 പോയിന്റ്സിന് മേലെ ഫാൾ ചെയ്തു. നിഫ്റ്റി 25,000 ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് സ്ലൈഡ് ചെയ്തു. മാർക്കറ്റ് ക്ലോസിംഗ് ഫിഗേഴ്സ് നമുക്ക് നോക്കാം. നിഫ്റ്റി 50 24,825, ബാങ്ക് നിഫ്റ്റി 58,417, സെൻസെക്സ് 80,722. മാർക്കറ്റ് ക്രാഷിന്റെ മറ്റ് റീസൺസ് എന്തൊക്കെയാണ് എന്ന് കൂടി നമുക്ക് നോക്കിപ്പോവാം. ബഡ്ജറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അനൗൺസ് ചെയ്ത സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ഹൈക്ക് ഒരു കാരണമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. ഫ്യൂച്ചേഴ്സിന്റെ STT 0.02% നിന്ന് 0.05%, ഓപ്ഷൻസിന്റെ STT 0.10% നിന്ന് 0.15% വർദ്ധിപ്പിച്ചു. ഇത് മാർക്കറ്റുകൾക്ക് ഒരു ബിഗ് നെഗറ്റീവ് ഷോക്ക് ആയിട്ട് മാറി. ഡെറിവേറ്റീവ് ട്രേഡ്സിൽ പാനിക് സെല്ലിംഗ് കാണാൻ കഴിഞ്ഞു. വോളറ്റാലിറ്റി എക്സ്പ്ലോഡ് ചെയ്തു. ഇന്ത്യ വിക്സ് 14 മുകളിൽ പറന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. മാർക്കറ്റ് ഫിയർ ക്ലിയർലി വിസിബിൾ ആയിരുന്നു. മൊത്തത്തിൽ ഒരു വലിയ ക്രാഷ് ആണ് ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് സെക്ടോറിയൽ ഇമ്പാക്ട് എങ്ങനെയാണ് എന്ന് നോക്കാം. പോസിറ്റീവ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫാർമ, ഹെൽത്ത് കെയർ സ്റ്റോക്കുകൾ പിടിച്ചു വന്നു. ബഡ്ജറ്റ് പുഷ് കാരണം ബൈയിങ് സപ്പോർട്ട് ഉണ്ടായി. അതുപോലെ തന്നെ IT സെക്ടറും ബുള്ളിഷ് മൊമെന്റം കാണിച്ചു. നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ PSU ബാങ്ക്, മെറ്റൽസ്, ബ്രോക്കിംഗ് ആൻഡ് എക്സ്ചേഞ്ച് സ്റ്റോക്കുകളെല്ലാം വലിയൊരു ക്രാഷ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ടോപ്പ് 3 ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ന്യൂസ് നോക്കുകയാണെങ്കിൽ BSE ലിമിറ്റഡ് ഷെയർ പ്രൈസ് ഏതാണ്ട് 15% മുകളിൽ ക്രാഷ് ചെയ്തു. STT ഹൈക്ക് ഡയറക്ട്ലി ഹിറ്റ് ചെയ്യുന്നത് ട്രേഡിംഗ് വോളിയം ആൻഡ് എക്സ്ചേഞ്ച് പ്രോഫിറ്റബിലിറ്റി ആയതിനാൽ ഹെവി സെല്ലിംഗ് പ്രഷർ ഇവിടെ കാണാൻ കഴിഞ്ഞു. MCX-നും ഒരു വേഴ്സ്റ്റ് സിംഗിൾ ഡേ ഫാൾ ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഡെറിവേറ്റീവ് STT ഇൻക്രീസ് MCX-ന് ഡയറക്റ്റ് ബിസിനസ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് കാരണമായിട്ട് കാണേണ്ടത്. മറ്റൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ ഓവറോൾ വീക്ക് മാർക്കറ്റിൽ പോലും സിംഗിൾ പോസിറ്റീവ് മൂവ് നമുക്കിവിടെ ടാറ്റ മോട്ടോഴ്സിൽ കാണാൻ കഴിഞ്ഞു. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ വിപ്രോ, മാക്സ് ഹെൽത്ത്, TCS. ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ BL, ഹിൻഡാൽകോ, ONGC. മൊത്തത്തിൽ നോക്കിയാൽ ബഡ്ജറ്റ് STT ഹൈക്കോൺ ഡെറിവേറ്റീവ് മാർക്കറ്റ്സിനെ കംപ്ലീറ്റ്ലി സർപ്രൈസ് ചെയ്തു. ഷോർട്ട് ടേം വോളറ്റാലിറ്റി ഹൈ ആയിരിക്കും എന്നുള്ളത് വളരെ ഉറപ്പായ കാര്യമാണ്. സെക്ടർ സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ട്രേഡേഴ്സ് വോളറ്റാലിറ്റി കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് ഡേ ഒരു വലിയ ഒരു നെഗറ്റീവ് ന്യൂസുമായിട്ടാണ് നമുക്ക് മുമ്പിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് ബഡ്ജറ്റിൽ കാര്യമായിട്ടുള്ള ഒരു വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബഡ്ജറ്റിന് ശേഷം മാർക്കറ്റിന്റെ ശരിയായ ഡയറക്ഷൻ ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പോൾ നാളെ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.